വാർത്തകളിലേക്ക്. കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ ആരംഭിച്ചു. ഹർത്താലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കും. വിവരങ്ങളുമായി വിനയ രാജുണ്ട്. വിനയ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അതോടൊപ്പം തന്നെ 125 കേന്ദ്രങ്ങളിലേക്കാണ് പ്രതിഷേധ സമ്മേളനങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും കാളിദാസ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഹർത്താൽ ആചരിക്കുന്നത്. പ്രധാനമായും ഈ കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ, അതായത് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹർത്താലിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് ഈ ഹർത്താലിന്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്ത് 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ്. ഈ ബീച്ചിന്റെ പരിസരത്താണെങ്കിൽ കൂടി നമുക്ക് ഈ വള്ളങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഈ ഹർത്താൽ ആചരിക്കുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ ആചരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ഈ വള്ളങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകുന്ന വള്ളങ്ങളാണ്. ഈ ഹർത്താലിന്റെ ഭാഗമായി തന്നെ ഈ വള്ളങ്ങൾ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് തൊഴിലാളികളോട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വള്ളങ്ങളൊക്കെ തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. പ്രധാനമായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, LDF UDF മുന്നണികൾക്കൊപ്പം ലത്തീൻ അതിരൂപതകളും ധീവര സഭയും തീരദേശ വിവിധ മുസ്ലിം ജമാഅത്തുകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ, കൂടാതെ ഫിഷ് മെർച്ചന്റ് അസോസിയേഷൻസ്, ഐസ് ഫാക്ടറി ഉടമകളുടെ സംഘടനകൾ, ബോട്ട് ഓണേഴ്സ് സംഘടനകൾ തുടങ്ങിയവ അടക്കം തന്നെ ഈ ഒരു പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ വള്ളങ്ങളൊക്കെ തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഹർത്താലിന്റെ ഭാഗമായി തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകില്ല എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ മത്സ്യബന്ധന തുറമുഖങ്ങൾ, ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, മീൻ ചന്തകൾ എന്നിവയുടെ പ്രവർത്തനമടക്കം പൂർണ്ണമായും സ്തംഭിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ പ്രധാനമായും വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഈ നിർബന്ധിച്ച കടകൾ അടപ്പിക്കില്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇതിന്റെ അല്ലെങ്കിൽ ഈ കടൽ മണൽ ഖനനം ഈ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർത്താൽ ആചരിക്കുന്നത്. ഏകദേശം നമുക്കറിയാം 300 ദശലക്ഷം ടണൽ മണൽ കൊല്ലം പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. 2022 മുതൽ തന്നെ അത് സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള കേന്ദ്ര നയം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായും ഈ ഹർത്താൽ അടക്കം ആചരിക്കുന്നത്. കൂടാതെ തന്നെ നേരത്തെ അതിരൂപതയടക്കം ഈ ഹർത്താലിനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമായും ഈ ആകാശവും ഭൂമിയും അടക്കം കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കുകയാണ് കേന്ദ്രമെന്നായിരുന്നു ലത്തീൻ അതിരൂപത അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാലും ഹർത്താൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏകദേശം ഇനി ഈ സംസ്ഥാനത്തെ തന്നെ 125 കേന്ദ്രങ്ങളിലായും ഈ പ്രതിഷേധ സമ്മേളനങ്ങളടക്കം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളടക്കം തന്നെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളടക്കം തന്നെ ഇന്ന് വിപുലമായ രീതിയിൽ നടക്കുമെന്ന് വേണം മനസ്സിലാക്കാനും. എന്തായാലും ഈ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്, ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട്. ഹർത്താലിന്റെ ഭാഗമായി ഇപ്പോൾ മത്സ്യബന്ധന വള്ളങ്ങളൊന്നും തന്നെ കടലിൽ പോയിട്ടില്ല. തൊഴിലാളികളടക്കം തന്നെ, ജീവനക്കാരടക്കം തന്നെ ഇപ്പോഴും അല്ലെങ്കിൽ കടലിൽ പോകാതെ ഈ ഹർത്താൽ ആചരിക്കുന്നുണ്ട് എന്ന് വേണം ഇതിലൂടെ വ്യക്തമാകുന്നത്. കാളിദാസ്, ഇനി ആ സംയുക്തമായിട്ടുള്ളൊരു സമരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്തരത്തിൽ ഒരു പിന്തുണ കൂടി കേരളത്തെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതേപോലെ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പോലും വീണ്ടും ഭരണപക്ഷത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അതിനെ പിന്തുടർന്നൊന്നും പറഞ്ഞിട്ടില്ല, അതിന്റെ പേരിലൊരു നടപടി സ്വീകരിച്ചില്ല എന്നൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംയുക്തമായി ഇടതുപക്ഷ മുന്നണിയും അതേപോലെ തന്നെ UDFും ചേർന്നൊരു സംയുക്ത സമരത്തിലേക്ക് കടക്കുന്നത്. ഈ ആക്ഷേപങ്ങളൊക്കെ പരിഹരിച്ച് അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങൾക്കൊക്കെ ഒരു മറുപടി കൂടി നമുക്കിനിയുള്ള മണിക്കൂറുകളിൽ ലഭിക്കുമായിരിക്കും എന്നുകൂടി മനസ്സിലാക്കാം, അല്ലേ?
തീർച്ചയായും കാളിദാസ്, എന്തായാലും രാഷ്ട്രീയ ഭേദമന്യേ സംയുക്തമായാണ് ഇന്ന് ഈ ഹർത്താൽ ആചരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. LDF-ഉം UDF-ഉം അടക്കം സംയുക്തമായാണ് ഈ ഒരു ഹർത്താൽ ആചരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ UDF-ന്റെ നേതൃത്വത്തിലടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിലടക്കം തന്നെ LDF സർക്കാർ കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്നു എന്നൊരു നിലപാട് UDF സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം അടക്കം തന്നെ ഈ ഹർത്താലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ ഈ മണൽ ഖനൽ ഈ നയം അല്ലെങ്കിൽ കടൽ ഖനനത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നയം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ നമുക്കറിയാം ഈ തീരദേശവാസികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ കടൽ ഉപജീവന മാർഗമായിട്ടുള്ള മീൻ പിടിക്കൽ അല്ലെങ്കിൽ മത്സ്യം പിടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്. കൂടാതെ തന്നെ മറ്റ് മീൻ ചന്തകൾ നടത്തിയും അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഈ കടൽ മണൽ ഖനനത്തിലൂടെ തന്നെ ഈ മത്സ്യങ്ങളുടെ കുറവുണ്ടാകും, അത് സാധാരണക്കാരെ കൂടുതലായി ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ മണൽ ഖനനം കൂടുകയാണെങ്കിൽ തന്നെ അത് ഈ തീരദേശത്ത് അല്ലെങ്കിൽ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളെ അല്ലെങ്കിൽ ജീവനക്കാരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മത്സ്യം വിറ്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയി ജീവിക്കുന്ന നിരവധി ആളുകളാണ് ഈ തീരദേശ മേഖലകളിൽ അടക്കം തന്നെ താമസിക്കുന്നത്. അവരെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഈ നയം എന്ന് പറയുന്നത് ഏറ്റവും അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയം തന്നെയാണ്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ നയം പിൻവലിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർത്താൽ ആചരിക്കുന്നത്. അതിനാണ് ഈ അതിരൂപതകൾ അടക്കം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. സർക്കാരുടെയും അല്ലെങ്കിൽ ഇവർക്ക് അല്ലെങ്കിൽ ഇവരുടെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഹർത്താൽ ഇപ്പോൾ ആചരിക്കുകയാണ് അല്ലെങ്കിൽ ഹർത്താൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി 12 മണി മുതൽ ഇന്ന് 12 മണി വരെ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹർത്താലാണ് എന്തായാലും ഇന്ന് നടക്കുന്നത്. അതിന്റെ സൂചന തന്നെയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഹർത്താൽ ഇവർ ആചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഹർത്താൽ ഇവരെ എത്രത്തോളം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ വള്ളങ്ങൾ എന്ന് പറയുന്നത്. ഈ മത്സ്യബന്ധനത്തിന് പോകേണ്ട വള്ളങ്ങളാണ്, രാവിലെ മുതൽ മത്സ്യബന്ധനത്തിന് പോകേണ്ട വള്ളങ്ങളാണ് ഇപ്പോഴും നിർത്തിയിട്ടിരിക്കുന്നത്. അത്രത്തോളം ഇത് സാധാരണ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഈ പ്രതിഷേധം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വേണം എന്തായാലും ഇതിലൂടെ മനസ്സിലാക്കാൻ. കാളിദാസ്. ശരി വിനയ, കടൽ മണൽ ഖനനത്തിനെതിരായ തീരദേശ ഹർത്താൽ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സമരത്തിന് ഈ ഒരു ഹർത്താലിന് LDF UDF പിന്തുണ ഉണ്ട്. അതോടൊപ്പം തന്നെ 125 കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്താനായി ഇരിക്കുന്നത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.